ഉറ്റുനോക്കുകയാണല്ലോ തിരുവനന്തപുരംകാരൊക്കെ വിഴിഞ്ഞം വരുമ്പോൾ മുഖം തന്നെ മാറും, അങ്ങനെ ഒരു വലിയ വികസന സാധ്യത തുറക്കും. അത് എങ്ങനെയാണ് ഒന്ന് ചുരുക്കി പറയുക? അത്രയും വലിയ വ്യത്യാസത്തിലേക്ക് പോകും. ഏതൊരു ഇപ്പോൾ പോർട്ട് സിറ്റി ഡെവലപ്മെന്റ് എന്ന് നമ്മൾ എടുത്താൽ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വലിയ തുറമുഖങ്ങളുള്ള രാജ്യങ്ങളായാലും സിറ്റീസ് ആണെങ്കിലും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ സിംഗപ്പൂർ ആണെങ്കിലും ഹോങ്കോങ് ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഒക്കെ തന്നെ അതിനെ ആസ്പദമാക്കിയുള്ള വികസനം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്, വളരെ ബൃഹത്താണ്. ശരി, അപ്പോൾ ഇപ്പം നമുക്ക് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലായിട്ടാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്സ് നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ വന്ന് നങ്കൂരമിടുവാനും കാർഗോ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒപ്പം ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓട്ടോമേറ്റഡ് മെക്കാനിസംസ് ആണ് നമ്മൾ വിനിയോഗിച്ചിരിക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാണിജ്യപരമായും വ്യാവസായികപരമായും വലിയ നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇടങ്ങളിൽ, അപ്പോൾ ഒരു പോർട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇടങ്ങളിലും ആ പ്രദേശത്തും ഈ ജില്ലയിലും ഈ സംസ്ഥാനത്തിലും ഒക്കെ തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റ് വ്യാവസായിക വികസന സാധ്യതകളും ഒരുപാടുണ്ട് എന്നുള്ളതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥ തീർച്ചയായിട്ടും കൂടുതൽ ശക്തിപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ സംരംഭകരുടെ ആണെങ്കിലും യുവ സംരംഭകരുടെ ആണെങ്കിലും ഒക്കെ ഒരു വലിയ പങ്കാളിത്തം അതിൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഹിൻഡർലാൻഡ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ എന്ന പദം ഉപയോഗിക്കുന്ന ഇപ്പോൾ വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രദേശത്ത് മാത്രമല്ല, പക്ഷെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റെല്ലാ പ്രദേശങ്ങളിലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള നമുക്ക് ധാരാളം വ്യവസായങ്ങളും ഒപ്പം വാണിജ്യ മേഖലയ്ക്കുമൊക്കെയുള്ള സാധ്യതകളുണ്ട്.